സമീപകാലത്ത് ചെറുപ്പക്കാരിൽ ഹൃദയാഘാത നിരക്ക് വർദ്ധിച്ചു വരികയാണ്. 25നും 45നും ഇടയിൽ പ്രായമുള്ള ധാരാളം പേരാണ് ഹൃദയാഘാതവും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും മൂലം മരണത്തിന് കീഴടങ്ങുന്നത്. എന്തുകൊണ്ടായിരിക്കാം ചെറുപ്പക്കാരിൽ ഹൃദയാഘാത സാധ്യത വർദ്ധിക്കുന്നത്? 30കളിലെ ഹൃദയാഘാതത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൃദയാഘാതത്തിന്റെ സൂചനയായി ഉണ്ടാകുന്ന നെഞ്ചുവേദനയെ പലപ്പോഴും അസിഡിറ്റി, പേശിയുടെ പിരിമുറുക്കം, ജോലി സമ്മർദ്ദം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആളുകൾ തള്ളിക്കളയാറുണ്ട്. മിക്കപ്പോഴും വലിയ നെഞ്ചുവേദനയായി ഇത് തോന്നണമെന്നുമില്ല. ഈ അസ്വസ്ഥത നെഞ്ചിൽ ഭാരമിരിക്കുന്നതായോ ഞെരുക്കം പോലെയോ നെഞ്ചെരിച്ചിൽ പോലെയോ ഉള്ളതാകാം. ആവർത്തിച്ചു വരുന്ന ഇത്തരം സൂചനകൾ ഒരിക്കലും അവഗണിക്കരുത്. വാർദ്ധക്യത്തിലോ ശ്വാസകോശത്തിന്റെ കേടുപാട് മൂലമോ ആണ് സാധാരണയായി ശ്വാസതടസ്സം ഉണ്ടാകുന്നത്. ഹൃദയാഘാതത്തിന്റെ ലക്ഷണമായി ചെറുപ്പക്കാരിൽ നേരിയ വ്യായാമത്തിനു ശേഷമോ ചെറിയ നടത്തത്തിനു ശേഷമോ പോലും നല്ല രീതിയിൽ ശ്വാസതടസ്സം ഉണ്ടാകാറുണ്ട്. ഹൃദയം കാര്യക്ഷമമായി പമ്പ് ചെയ്യാൻ പാടുപെടുന്നതിനാൽ നെഞ്ചുവേദനയ്ക്ക് മുൻപേ ശ്വാസതടസ്സത്തിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. പലരും ഇത് ക്ഷീണമാണെന്ന് കരുതി അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ചൂടുള്ള കാലാവസ്ഥയിലോ വ്യായാമം ചെയ്യുമ്പോഴോ മാത്രമാണ് സാധാരണയായി ശരീരം വിയർക്കുന്നത്. എന്നാൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ രാത്രിയിൽ ഉറക്കത്തിനിടയിലോ അമിതമായി വിയർക്കുന്നത് നിങ്ങളുടെ ഹൃദയം സമ്മർദ്ദത്തിലാണെന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണമാണ്. ഈ ലക്ഷണവും സാധാരണയായി അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നെഞ്ചിന്റെ ഭാഗത്താണ് സാധാരണയായി വേദന അനുഭവപ്പെടാറുള്ളതെങ്കിലും ചെറുപ്പക്കാരിൽ ഹൃദയാഘാതം പലപ്പോഴും അപ്രതീക്ഷിതമായ ഇടങ്ങളിലാണ് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. താടിയെല്ല്, കഴുത്ത്, പുറം മുതൽ തോൾ വരെ വേദന വ്യാപിക്കുന്നു. ഇത്തരം പരോക്ഷമായ വേദനകൾ സാധാരണയായി അവഗണിക്കുകയാണ് ചെയ്യാറുള്ളത്. ദൈനംദിന ജീവിതത്തിൽ ക്ഷീണം അനുഭവപ്പെടുന്നത് സാധാരണമായ കാര്യമാണ്. എന്നാൽ പതിവായി ഉണ്ടാകുന്ന ക്ഷീണവും ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട ക്ഷീണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിയായ വിശ്രമത്തിന് ശേഷവും ക്ഷീണം തുടരുകയോ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്താൽ അത് ശരീരത്തിലെ പേശികളിലേക്കും കലകളിലേക്കും രക്തയോട്ടം കുറയുന്നതിന്റെ സൂചനയായിരിക്കാം.